കിട്ടാനുള്ളൊരു സൗകര്യമില്ലാതെ തന്നെ പെട്ടു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വക ഓട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടുത്തെ തീരുമാനങ്ങൾ ഒന്നും ആവാത്ത നിലയ്ക്ക് ഞങ്ങൾ ഇനി പെയിൻ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഓടി വിളിക്കും. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇവർ 1200 രൂപ തരുമെന്ന് പറയുകയാണെങ്കിൽ വണ്ടി ഇവിടെ കിടന്നോട്ടെ, അതാ ഏറ്റവും ലാഭം. ഇറക്കണ സമയത്ത് ഇവർക്ക് കറക്റ്റ് ബാർകോഡ് നോക്കി ഇവിടെ കണ്ടോ പെയിൻറ്റുകൾ ഇരിക്കണത്. പെയിൻ്റ് എന്ന് കേട്ടാൽ വഴിക്ക് പോകണ്ടല്ലോ. ഇതാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ പൊന്നെ, ഇതാരാ കയറൊക്കെ കഴിക്കണത്. ഞങ്ങൾ ഇവിടെ എന്താണ് ഇറക്കി കിട്ടാൻ ഇത്ര താമസം എന്ന് അറിയാൻ വേണ്ടി വളരെ പ്രതീക്ഷയിൽ മുത്ത് ബിരിയാണി കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ് കേട്ടോ. മുത്ത് ഭയങ്കര പണിയിലാട്ടോ. എൻ്റെ പൊന്നെ കയറയിക്കലൊക്കെ അതിന് കറക്റ്റായിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ കയറ്റി ഇടാൻ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അവർ ഓട്ടിയൊക്കെ നിർത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറത്തെ കേസുള്ളൂ. പിന്നെ അതേ ഒരു വണ്ടി കൂടി വന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ പോസ്റ്റാണ് ഒടിഞ്ഞു പൊളിഞ്ഞ് പോയത് കണ്ടോ. പെയിൻറ്റ് 20-ൻ്റെ ഫുള്ള് ഇവിടെ വരെ. പിന്നെ അവിടുന്ന് മുകളിൽ നിന്ന് 1 ലിറ്ററിൻ്റെ 2 ക്രെയിൻ, ഒരെണ്ണം പച്ചക്രെയിൻ, മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ കമ്പി ഉണ്ടോ അതിൻ്റെ ഒരു തല റോഡിലേക്ക് നിൽക്കുക. അപ്പം ഈ റെയിലേ എന്തിനാ നിനക്ക് മനസ്സിലായ എന്താ ബ്ലോക്ക് നോക്കിയാൽ ഫുള്ള് ബ്ലോക്കിൻ്റെ ബ്ലോക്കാണ്. അപ്പം പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇനി നമുക്ക് എന്തായാലും ബസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ടോൾ എത്തിയില്ല കേട്ടോ. ഡബിൾ ഡക്കർ കിടക്കുന്നത് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ. ഗുഡ് മോർണിംഗ് ഗൈസ്, ട്രാവൽ ബ്രോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എരുമല്ലൂര്, ആലപ്പുഴ, ഏഴുപുന്ന, അതായത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വീടിൻ്റെ അവിടുന്ന് പൊങ്ങണങ്കാട് നിന്ന് നമ്മൾ പെയിന്റ് കയറ്റി നേരെ ഇന്നലെ രാത്രി 11:30 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ട് അവിടുന്ന് കയറ്റി തരാൻ ആകാശീഷ് എത്ര സമയം എടുത്തിട്ടുണ്ടോ അവിടെ? ഒരു 1.5 മണിക്കൂർ പെയിൻറ്റ് കയറ്റാനായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഓടി എത്ത ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത്. അത് രാത്രിയല്ലേ, നമ്മൾ മെല്ലെ വന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങിയെന്നും പറയാൻ പറ്റില്ല, ഉറങ്ങിയിട്ടില്ല. കാരണം എന്നെ കിടത്തി ഉറക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ബാക്ക് ബർത്തിൽ അഡ്ജസ്റ്റ് ചെയ്താണ് കിടന്നത്. എൻ്റെ പൊന്നെ, ഇവൻ കാല് എൻ്റെ കഴുത്തിലിട്ട് ചവിട്ടും, ഇട്ട് കഴിയുമ്പോൾ നെഞ്ഞത്ത് കയറ്റി വയ്ക്കും. എന്തായാലും രണ്ടുപേർക്കും കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ 3 പേര് കിടക്കുമ്പോൾ നമ്മൾ ഫുൾ ടൈം AC ഇട്ട് കിടക്കുകയാണെങ്കിൽ വണ്ടി എന്താ പറയുക ഇത്തിരി കഴിയുമ്പോൾ നമ്മുടെ ഇത് ഓഫായി പോകും. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ AC ഓഫായി പോയി. പിന്നെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ വയർത്ത് കുളിച്ചതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഇടയ്ക്കാണ് വയർത്ത് കുളിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്രഷൊക്കെ ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടി. കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഇപ്പം സമയം 10:45 എഴുന്നേറ്റപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഇവിടെ 9 മണിയായപ്പോൾ ആൾ വന്നത്. ഇനി കിടന്നുറങ്ങിക്കോ, ഇനി ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഇനി ഒരു സമയമാവും ഇറക്കി കിട്ടുമ്പോൾ ശരിക്കുള്ള സമയമാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറെയും വണ്ടികൾ കിടക്കുന്നുണ്ട്. കണ്ടു, ഇവിടെ വേറെ വണ്ടികൾ കിടക്കുന്നുണ്ട്, അവിടെ വണ്ടി കിടക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെയും കിടക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് കുറേ വണ്ടികൾ ഇറക്കാനുണ്ട്. പക്ഷേ നമ്മുടെ അവിടത്തേനേക്കാളും പകുതി ആൾക്കാരില്ല അല്ലേ കയറ്റാൻ ഇറക്കാനൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ഇന്ന് തീരുമോ സംഭവം? എനിക്ക് തോന്നണില്ല കണ്ടിട്ട്. എന്തായാലും നമുക്കൊരു ചായ തീർന്നാൽ നല്ലത്. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, ഓരോ മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് കയറ്റി തന്ന സാധനം 2 മണിക്കൂർ കൊണ്ട് ഇറക്കാൻ പറ്റില്ല ഇവർക്ക്. എവിടെയാണോ ഇനി ചായക്കടി ഉള്ളത്? എങ്ങോട്ടേക്കാ? ഈ സൈഡിലേക്ക്. അപ്പം ഈ സൈഡിലേക്ക് പോയാൽ നമുക്ക് എവിടെയാണ് ചായക്കടി ഉള്ളതെന്ന് നോക്കി ഇതൊക്കെ ചെയ്യാം. ചായയൊക്കെ കുടിച്ച് മെല്ലെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അതേപോലെ എരുമല്ലൂര് മുത്തിനെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എരുമല്ലൂര് കാണിച്ചു തരാം. അവിടെ ചായ മാത്രമേ ഉള്ളൂ എന്ന് അജീഷ് പറഞ്ഞു. കഴിക്കാൻ വേണ്ടെന്നെങ്കിലും കഴിക്കാനുള്ള സ്ഥലത്ത് പോവാം. ഇല്ലടാ, ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ചെറുകടികളല്ലേ, വലിയത് വേണ്ടേ? ദോശയോ? അല്ല, അജീഷേട്ടന് നല്ലത് വേണം. അജീഷേട്ടൻ പണിയെടുക്കുന്ന ആളാ, അതറിയില്ല നിനക്ക്. നമ്മൾ പണിയെടുക്കാണ്ട് വെറുതെ സൈഡിലിരിക്കുന്ന ആൾക്കാരാ. അപ്പോൾ നമുക്ക് ക്ഷീണാവാം, പക്ഷെ അജീഷും ക്ഷീണാവാൻ പാടില്ല. അപ്പോൾ തൊട്ടടുത്ത കടയിലേക്ക് എന്താ കിട്ടാന്ന് അന്വേഷണങ്ങൾ നടക്കുകയാണ് കേട്ടോ. ഇത് നമ്മളിങ്ങോട്ട് തിരിഞ്ഞ സെൻറ്ററിൻ്റെ പേരെന്തായിരുന്നു? ഏഴുപിന്ന റോഡ് ഇത് അല്ലേ? അതെ, ഏഴുപിന്ന റോഡിലേക്ക് കേട്ടോ ഞങ്ങൾ ലോഡ് ഇറക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ചായക്കട നോക്കട്ടെ. അങ്ങനെ മറക്കരുത്, അതാണ് ഏറ്റവും ഗുഡ് ബോയ്സ്. അതിനാണ് നിന്നെ കൂടെ കൊണ്ടുവരുന്നത് തന്നെ. അടുത്ത പ്രാവശ്യം ഇവരോട് ചോദിച്ചാൽ വേണ്ടിട്ടോ ഈ വന്ന വഴി എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ പറയും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. മീനിൻ്റെ നല്ല മണം, പച്ചമീൻ നടക്കുന്ന സ്ഥലമാണ് കേട്ടത്. നമുക്ക് ഒരു ഉള്ളിലൂടെ ഒരു പഴംപൊരി, ഞാൻ ഒരു പൊറോട്ട മാത്രം, കറിയൊന്നുമില്ല, ചുരുട്ടി കഴിക്കില്ലേ അങ്ങനെ. പിന്നെ അവനാണെങ്കിൽ മറ്റേ പുട്ടും ഗ്രീൻ പീസും.
ഞാൻ ആദ്യം ഇങ്ങനെ മീൻകറിയുടെ കളർ കണ്ടപ്പോൾ എന്നെ ഹഠാതമായി ആകർഷിച്ചു. പക്ഷേ രാവിലെ തന്നെ അത് കടക്കണ ഉച്ചയ്ക്ക് ഇവിടെ തന്നെ മിക്കവാറും കഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഊണും മീൻകറിയും കഴിക്കാമെന്ന് വെച്ചു. ആ സമയത്ത് അങ്ങനെ കഴിക്കാം അല്ലേ മുത്ത? ഓക്കെ ആയിക്കോട്ടെ. എന്തായാലും ചേട്ടൻ്റെ ഉഴുന്നോടെ പൊരിച്ചു, അടിപൊളിയായിരുന്നു. പഴംപൊരിയും പൊരിച്ചു. മുത്ത് 2 അടിച്ചു, ഞാൻ 1 അടിച്ചു. അടിപൊളി സാധനം. ഇനിയിപ്പോൾ അവിടെ ഒരു ടൗണുണ്ട്, നമ്മൾ തിരിഞ്ഞു വന്ന ടൗൺ. ഞങ്ങൾ ഇവിടെ എന്താണ് ഇറക്കി കിട്ടാൻ ഇത്ര താമസം എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ 1 മണിയായി, 12:56 സംഭവം. ഇത് ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഇതേപോലെ തന്നെ പായൊക്കെ മാറ്റി കിടന്നിരുന്ന വണ്ടിയാണ്. ഈ വണ്ടി പോലും ഇറക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആൾക്കാരില്ലാത്ത പ്രശ്നമല്ല. ഈ സംഭവം കണ്ടോ, ഈ ഇരിക്കുന്ന സാധനമൊക്കെ എന്നിട്ട് ബാർ കോഡ് നോക്കി സ്കാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോക്ക് ഇത് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഷോപ്പിംഗ് മാളിൽ നിന്ന് ബില്ല് ചെയ്ത് കൊണ്ടുവരണ സമയം. അപ്പോൾ മനസ്സിലായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഈ വണ്ടി 2 വണ്ടി കിടക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഉള്ളിൽ വേറെ വണ്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ 3 വണ്ടി വേറെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇന്നിറക്കില്ല, ഇന്നിറങ്ങി തീരില്ല എന്ന് പറഞ്ഞാൽ അടുത്തൊരു വണ്ടിയും കഴിഞ്ഞ് പിന്നെ നമ്മുടെ വണ്ടി ഇറങ്ങുമ്പോൾ 3 ദിവസവും ഇവിടുന്ന് ഈ സംഭവം ഇറക്കി കിട്ടാനായിട്ട്. കിട്ടില്ല എന്നുള്ളത് അറിയോ? പറഞ്ഞിട്ടുണ്ടോ നിൻ്റെ അടുത്ത്? ഹോൾട്ടിങ്. നീ താഴത്തേക്ക് പോണ്ട. ഹോൾട്ടിങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതെ അപ്പോൾ നമുക്കറിയില്ല, നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അത് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്കൊട്ട് അറിയൂല്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വക ഓട്ടങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇനി പെയിൻ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഓടി വിളിക്കും അല്ലേ? പെയിൻ്റ് എന്ന് കേട്ടാൽ ആ വഴിക്ക് പോകണ്ടല്ലോ. ആദ്യത്തെ ഒരു അനുഭവം ആണ് എല്ലാം. ലാഭമാണ്. കാരണം ഒരു ദിവസം നമ്മുടെ രീതിക്ക് പോകണമെങ്കിൽ 500 രൂപയാണ് വണ്ടിക്ക് വരിക. ഇവർ തരുന്നത് 1200 രൂപയാണ്. അപ്പൊ നമുക്കത് ലാഭമല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു 1200 രൂപ തരുമെന്ന് പറയുകയാണെങ്കിൽ ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ. അതാ ഏറ്റവും ലാഭം. ഞാൻ നോക്കിയിട്ട് ഒരു കൊല്ലം ഇവിടെ തന്നെ ഇഷ്ടമുള്ളാൻ പറയാം അവരുടെ അടുത്ത്. ഇത് ഓടിക്കാനേക്കാളും നല്ലത് ഹോൾഡിങ് കിട്ടുകയാണെങ്കിൽ. 30,000 ഒക്കെ കിട്ടില്ലേ? ഉവ്വാ. അപ്പോൾ 45,000 രൂപ കിട്ടില്ലാവും. 1200 വെച്ചിട്ടാകുമ്പോൾ അതൊരു 40,000 രൂപ എടുത്ത് കിട്ടില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി പറഞ്ഞേക്കാളും നല്ലത്. എന്നാൽ അജീഷ ഒരു കാര്യം ചെയ്തോ, വണ്ടി ഇവിടെ കയറ്റിയിട്ട് അവർ 1500 വെച്ചിട്ട് ഡെയിലി തരുമെങ്കിൽ അതാ എനിക്കും ഇഷ്ടം. നമ്മുടെ ഈ ഓടി നടന്ന് ഡെയിലി 1500 രൂപ ബാലൻസ് കിട്ടണ ഇതിനേക്കാളും നല്ലത് ഇവിടെ കിടന്നിട്ടാണ്. ഇവിടെ കണ്ടോ പെയിൻറ്റുകൾ ഇരിക്കണത്, വാൾമസ്ത ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ലൈഫ് ഉണ്ട്, വാൾമസ്ത, പിന്നെ ലോങ് ലൈഫ്, വെതർ ഗാർഡ്, ഇങ്ങനെ ഓരോന്നിൻ്റെ അട്ടിയാണ് കേട്ടത് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മുകളിൽ പെയിൻറ്റുകൾ ഇതൊക്കെ ABCD ഇതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. ഇതിലേക്ക് നമുക്ക് ഇറക്കണ സമയത്ത് ഇവർക്ക് കറക്റ്റ് ബാർകോഡ് നോക്കി ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞ് നോക്കി ഇറക്കണം. അതാണ് ഇത്ര സമയം എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഓടോ, അതിൻ്റെ പേര് ടെറാക്കോട്ട. അതിൻ്റെ പേര് എനിക്കറിയില്ല. നമുക്ക് പോവാം. എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഗൈസ്. ഇവിടുത്തെ തീരുമാനങ്ങൾ ഒന്നും ആവാത്ത നിലയ്ക്ക് ഞങ്ങൾ വീണ്ടും രാവിലെ പോയി ചായ കുടിച്ച കടയിൽ പോയി. ഇന്നിപ്പോൾ കഴിക്കും. എന്ത് കഴിക്കും മുത്തേ? എത്ര വേണ്ടന്നൊക്കെ വലിയ പോസ് അടിച്ച് പെട്ടുപോയി. അപ്പോൾ നമ്മുടെ കട ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് അധികം നടക്കണ്ട. വെയിലായാലും നടക്കാനും പറ്റണില്ല കേട്ടോ. എന്തായാലും അവിടെ ചെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഈ ഭാഗത്തെ ആൾക്കാർക്കൊക്കെ ഒരുപാട് അഭിപ്രായമുള്ള ഹോട്ടലാണ് കേട്ടോ. ആ സംഭവം വന്നപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ഉള്ളിലേക്ക് കയറാൻ പറ്റണില്ല, ഫുള്ള് തിരക്കാണ്. ഊണിൻ്റെ സമയമായതോടുകൂടി നിറച്ചും ആൾക്കാരെ. ഞങ്ങൾ ഉള്ളിലൊന്ന് കയറി ഇറങ്ങി ഇനി പുറത്തിറങ്ങി നിൽക്കുക. കഴിഞ്ഞാൽ ഏതെങ്കിലും സീറ്റ് ഒഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് 3 പേർക്കും കയറാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക സൈസ് ഊണാണ് കേട്ടോ. ഇലയിലാണെങ്കിലും ഇലയുടെ എന്താ പറയുക, അടിയിൽ വേറെ പാത്രമൊക്കെ വെച്ച് സെറ്റപ്പ് ഊണും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഉള്ളിൽ പോയി നോക്കിയ സംഭവം. തിരക്ക് കണ്ടോ, രക്ഷയില്ല. എല്ലാവർക്കും ഫുള്ള് ആൾക്കാരാണ്. ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് ഇരിക്കാനായിട്ട്. വളരെ പ്രതീക്ഷയിൽ മുത്ത് ബിരിയാണി കഴിക്കാനായിട്ട് വന്നാട്ടോ. പാവം ബിരിയാണി കിട്ടിയില്ല. മോരുകറി കഴിച്ചിട്ടൊരു ചോറ്. ഇനി സാമ്പാറുണ്ടാ, സാമ്പാർ കഴിച്ചോ, പിന്നെ കുഴപ്പമില്ലല്ലോ. ഇനി ഒരു ട്രിപ്പ് ആദ്യം മോര് ഒഴിക്കുക, പിന്നെ ഒരു ട്രിപ്പ് സാമ്പാർ ഒഴിക്കുക. അപ്പോൾ കുഴപ്പമില്ല. ഈ കറികളൊക്കെ ബെസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഒക്കെ പഠിച്ചോ. മീൻ കറി വേണോ? മീൻ കറി ഇല്ല. മീനിൻ്റെ ചാറ് വയ്ക്കണോ? വേണ്ട. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് കഴിക്കുക. ബിരിയാണി നമുക്ക് അടുത്ത ദിവസം വെക്കാം, നോക്കാം.
നല്ല അടിപൊളി ഊണെന്ന് പറഞ്ഞാലേ, അടിപൊളി ഊണ്. ഇപ്പം ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ കഴിച്ചിട്ടുള്ള ഊണിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ഊണായിരുന്നുണ്ട്. കാരണം മീൻകറി ആണെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റ്. അത് ചോറിൻ്റെ ഒപ്പം ഉള്ളതാണ് മീൻകറി. 60 രൂപയുള്ള ചോറിനുള്ളൂ. പക്ഷെ ചോറിൻ്റെ ഒപ്പം മീൻകറിയും കൂടിയുണ്ട്. മറ്റേ അയില മീൻ, അത് നീ കഴിച്ചിട്ടില്ല, മീൻ കഴിക്കില്ലാത്ത കാരണം. പിന്നെ ബീഫാണെങ്കിൽ 60 രൂപ, ഹാഫാണ്. പക്ഷെ നിറച്ചുണ്ട്, ഹാഫ് അത്രയുണ്ട്. കുഴപ്പമില്ല, നല്ല അടിപൊളി ഫുഡാണ് നോക്കാം. മോരൊക്കെ ഇല്ലേ, ശരിക്കും മോര് എന്ന് പറഞ്ഞാൽ ലൂസാക്കിയിട്ട് പച്ചവെള്ളം പോലെ ഇരിക്കുക. ഇത് ശരിക്കും തൈര് പോലെ, തൈരിനേക്കാൾ ലേശാണ് കലക്കിയിട്ടുള്ളൂ. നല്ല അടിപൊളി. അത് കൂടാണ്ട് സാമ്പാർ, ഇതൊക്കെ ഇങ്ങനെ മൺകലത്തിലല്ല കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഊണ് കഴിച്ച ആ സംതൃപ്തിയിലേ ഇതൊക്കെ കാണിക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇനി എവിടെയെങ്കിലും ചെന്ന് കിടന്നുറങ്ങണം. ഇപ്പോൾ ഇവിടുന്ന് ലോഡ് ഇറക്കി കിട്ടിയില്ലെങ്കിൽ പോണ വഴിക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങാവും നന്നാവുക. കാരണം മുത്തിന് ഇന്നിപ്പോൾ ഞാനും മുത്തും കൂടി ഇവിടെ നിന്ന് നാളെയും ചിലപ്പോൾ ഇറക്കി കിട്ടിയില്ലെങ്കിൽ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം പെടും. വണ്ടിയിൽ കിടക്കാൻ പറ്റൂല. കുടിച്ചു. ബിരിയാണിക്ക് ചെന്നതാ, ബിരിയാണി കിട്ടിയില്ല. എന്തായാലും നമുക്ക് ലോഡിൻ്റെ കാര്യം 4 മണിയാകുമ്പോൾ അറിയാം എന്താണ് ഉണ്ടാവുക എന്നുള്ളത്. കയറ്റി ഇറക്കി കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നേരെ ആലപ്പുഴയ്ക്ക് പോകും. ഇല്ല വെച്ച് കഴിഞ്ഞാൽ നേരെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് പോകും. എന്താ വേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. വണ്ടികളെ ഇത്രയധികം കിടക്കുന്നത് കൊണ്ട് ഇതൊന്നും പെട്ടെന്നാവണ നടപടിയാവണ കേസല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 100%. നമ്മളെ ഇത് ഇറക്കുന്ന ആൾക്കാരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് ആയതോടുകൂടി ഇവരെ ഇറക്കണ സിസ്റ്റമൊക്കെ മാറ്റി, എന്നിട്ടാണ് കണ്ടിരിക്കും. ഇവരെ ഇറക്കണ സിസ്റ്റമൊക്കെ മാറ്റി, അതായത് എന്താ പറയുക, ബാർകോഡൊക്കെ നോക്കി തിരഞ്ഞിട്ടൊക്കെ ഇറക്കുന്നത് കൊണ്ട് ടൈം എടുക്കും. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മാർച്ച് ആയതിനു ശേഷം ഇങ്ങനെയാണ്. അപ്പോൾ സ്റ്റോക്ക് ഇവർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര സമയം വൈകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. 2-3 ദിവസം ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം കയറ്റി വേറെ സ്ഥലത്തേക്ക് പോയ വണ്ടിയുണ്ട്, കൊല്ലത്തേക്ക്. അപ്പോൾ അവരൊന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആൾ പറയുന്നത് ആളവിടെ ചെന്നിട്ട് കിടക്കുക തന്നെയാണ്, ഇതുവരെ ഇറക്കാൻ തുടങ്ങിയിട്ടില്ല. അവിടെ പിന്നെ 2 വണ്ടി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കുഴപ്പമില്ല, ഇവിടെ ഇത്ര വണ്ടി കിടക്കല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് തീരുമാനമാവില്ല. അപ്പോൾ ഞാനും മൊത്തം മിക്കവാറും ബസ് കയറി ഇവിടുന്ന് നേരെ തൃശ്ശൂർ അല്ലേ. ട്രെയിൻ കിട്ടുകയാണെങ്കിൽ ട്രെയിന് പോകാം. ട്രെയിൻ തിരക്കാവും മിക്കവാറും. നോക്കി നോക്കാം, വേറെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പോകണം. അപ്പോൾ മുത്ത് പറഞ്ഞ് നമുക്ക് ഫോറം മാളിൽ പോകാം, പിന്നെ ലുലു മാളിലൊക്കെ പോകാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ വണ്ടിയൊന്നും ഇല്ലാണ്ടേ ഓട്ടോറിക്ഷ കയറി അവിടെ ഇവിടെ വെറുതെ കറങ്ങാൻ എല്ലാം കണ്ടിട്ടുള്ളതാ. അപ്പോൾ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കണേക്കാളും നല്ലതും ഫോറം മാൾ ഇനിയായാലും കാണാം. ലുലു കുറേ കണ്ടിട്ടില്ലേ. അപ്പോൾ നടക്കൽ പരിപാടിയൊക്കെ ഇപ്പോൾ ഈ വണ്ടിയിലൊക്കെ വന്നിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാണ് കേട്ടോ ഇറക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ വണ്ടി അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടുപുറത്ത് വേറൊരു വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ വണ്ടി ലാസ്റ്റെടുത്ത് ബാക്കിലേക്ക് മാറ്റിയിട്ട്, അതേപോലെ ഈ വണ്ടി ഇന്ന് രാവിലെ വന്നത്. അപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് മാറ്റി ഇനി ഇത് മുന്നിലേക്ക് ഇടുമ്പോൾ നേരെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ വണ്ടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വണ്ടി മിക്കവാറും ഇവിടെ ഇറക്കുന്നുണ്ടാവുക, ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പോൾ എയർ കയറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്ത് എയർ കയറ്റിയിട്ടില്ല. അപ്പോൾ കാരണം വണ്ടി എയറൊക്കെ കയറ്റി ഇനി മെല്ലെ ഇവിടേക്ക് ഇടണം കേട്ടോ. ഇവിടെ നിറച്ച് വണ്ടികൾ കിടക്കണേ ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊന്നും എന്താ പറയുക, ഇടാനുള്ളൊരു സൗകര്യം ഇല്ലാതെ തന്നെ പെട്ടു. ഇനി കറക്റ്റായിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് കയറ്റി നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. റിവേഴ്സ് എടുക്കുമ്പോൾ ബാക്കിലത്തെ വീല് പൊക്കി വെക്കണതാണോ അത് പൊന്തണതാണോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ ഇറക്കാനിട്ടു. ഇനിയിപ്പോൾ ഇറക്കി കിട്ടുമില്ല എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും കയറ്റി ഇടാൻ പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അവർ ഓട്ടിയൊക്കെ നിർത്തിയിട്ട്, അതായത് ഓവർ ടൈമൊക്കെ പണിക്കാരെ കൊണ്ട് നിർത്തി ഇറക്കിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറക്കിച്ച് തരുമോ ഇല്ല എന്നുള്ളത് കണ്ട് തന്നെ നമുക്ക് അറിയേണ്ടി വരും. എന്തായാലും നോക്കട്ടെ, പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കി നോക്കാം. ഇനി ഡോറും തുറന്നിട്ട് വേണം അടുപ്പിക്കാനെന്ന് എനിക്ക് തോന്നണം. നോക്കട്ടെ. എൻ്റെ പൊന്നെ, ഇതാരാ കയറൊക്കെ കഴിക്കണത്? കയറ്റി നിർത്തിയാൽ മതി, ഞാൻ കയറ്റി നിർത്തിയാൽ മതിയാ. മുത്ത് ഭയങ്കര പണിയിലാട്ടോ. എൻ്റെ പൊന്നെ, കയറയിക്കലൊക്കെ. വണ്ടി വീണ്ടും മുന്നിലേക്ക് തന്നെ കയറ്റിയിട്ട് വിടുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ എന്തൊരു വണ്ടി ലോഡ് കയറ്റാനുണ്ടെന്ന്, ചെറിയ വണ്ടി. അപ്പോൾ നമ്മൾ ഇത്തിരി കയറ്റിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അതൊന്ന് കയറ്റി എന്നിട്ടാന്നുള്ളത് അറിയില്ല. അതൊന്ന് കയറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് ഇറക്കാൻ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു നിന്ന്. ആ വണ്ടിയിൽ നിന്ന് എന്നിട്ട് ഇറക്കണേന്ന് മനസ്സിലായിരുന്നു കുട്ടി. ശരിയാണ് കേട്ടോ. അവിടെ നമ്മുടെ അവിടെ മറ്റേ പെയിൻ്റ് ഇറക്കണമെങ്കിൽ ഇതിൽ പുട്ടിയാണ് ഇറക്കണത്. ഈ ചാക്ക് മുഴുവൻ. ഈ വണ്ടി രാവിലെ തൊട്ട് ഇറങ്ങി തുടങ്ങിയതാ, ഇതേവരെ തീർന്നിട്ടില്ല. കണ്ടോ, മറ്റേ വണ്ടിയും രാവിലെ തൊട്ട് ഇറങ്ങി തുടങ്ങിയതാ, ഇതേവരെ തീർന്നിട്ടില്ല. അതന്നെ, ഈ വണ്ടി ഇപ്പോൾ തീരും. കാലിയായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇവിടേക്ക് കയറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മുന്നിൽ കയറ്റിയിട്ടില്ല. അതേ അവിടെ കിടക്കണം.
അങ്ങനെ നമ്മുടെ ഇവിടെ കിടന്ന് ലോഡ് ഇറക്കി, ഇന്നലെ കിടന്ന വണ്ടി ഇന്ന് ലോഡ് ഇറക്കി. ഈ സമയമായിട്ട് 5 മണിയായപ്പോഴാണ്, 5 ഇല്ല 4:30 ആയപ്പോഴാണ് ഇവിടുന്ന് മാറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് നേരെ ഇവിടേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇവിടേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ഇറക്കി തുടങ്ങാമെന്നാണ് പറഞ്ഞിട്ടില്ല. കഴിയോ ഇല്ലെന്നുള്ളതൊന്നും അറിയില്ല. സംഭവം ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറത്തെ കേസുള്ളൂ. പക്ഷേ എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നോക്കട്ടെ. പിന്നെ അതേ ഒരു വണ്ടി കൂടി വന്ന് അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് 1 അരമണിക്കൂർ ഇതിൽ കുറച്ച് ബക്കറ്റുകൾ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടേക്ക് കയറ്റി വയ്ക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഇട്ടു. അതും കഴിഞ്ഞത് ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയാണ് അടുത്ത് ഇടാൻ പോണേ കേട്ടോ. എന്നാ ഒടിഞ്ഞു കിട്ടില്ല, ലാസ്റ്റ് മുന്നിലേക്ക് പോയാലേ ഒടിഞ്ഞു കിട്ടുള്ളൂ. ഇത് അങ്ങോട്ടേക്ക് ഒടിഞ്ഞു കിട്ടണ്ടേ? ഇങ്ങോട്ട് ഒടിഞ്ഞു കിട്ടുമോ? അങ്ങോട്ടേക്ക് കിട്ടുമോ? ആ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ ഈ ചെറിയ സ്ഥലത്തിനുള്ളിൽ നിറച്ചും വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒടിഞ്ഞ് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. പറഞ്ഞ പോലെ വലിയ പാട് തന്നെയാണ്, രക്ഷയൊന്നുമില്ല. സംഭവം ഇതാണ് നമ്മുടെ വണ്ടിയിൽ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കി മർജറിൻ്റെ മറ്റേ പെയിൻറ്റ് 20-ൻ്റെ ഫുള്ള് ഇവിടം വരെ. പിന്നെ അവിടുന്ന് മുകളിൽ നിന്ന് 1 ലിറ്ററിൻ്റെ പെയിൻറ്റ് മറ്റേ ഇങ്ങനെ പാക്കറ്റിൽ ആക്കിയിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഫുള്ള്. അപ്പോൾ നമ്മളുടെ പായും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ മടക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ഇറക്കാനുള്ള ആൾക്കാർ വന്നാൽ മതി. ഇറക്കാനുള്ള ആൾക്കാർ വന്ന് കഴിഞ്ഞാൽ ഇറക്കി തുടങ്ങും കേട്ടോ. ഇന്ന് ഇറക്കി തീരുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഇറക്കില്ല എന്താവുന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർ ചായ കുടിക്കാൻ പോയി വന്നതിന് ശേഷം വണ്ടിയൊക്കെ അടുപ്പിച്ചിടാനും പറഞ്ഞ് ഇന്ന് ഇറക്കാനാണോ നാളെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളത് അറിയില്ല. ബാക്കിലൊക്കെ മുഴുവൻ പെട്ടിയാണ്ടോ. മുത്തിനിപ്പോൾ പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുണ്ട്. ഇടയ്ക്ക് ലേസ് കിട്ടുന്നുണ്ട്, കട്ട്ലേറ്റ് കിട്ടുന്നുണ്ട്, ജ്യൂസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചായ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. വണ്ടിയാണെങ്കിൽ നമ്മുടെ അവിടെ ഇട്ടു. ഇന്ന് ഇറക്കുമെന്ന് തോന്നണില്ല. കാരണം എല്ലാവരും അപ്പുറത്ത് മറ്റേ പുട്ടി ഇറക്കാനായിട്ട്, ബർജറിൻ്റെ പുട്ടിയും കാര്യങ്ങളും ഇറക്കാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഈ കടയിൽ പോയിട്ട് അവിടെ പോയി ഓരോ ജ്യൂസൊക്കെ കുടിച്ച് അതേപോലെ എന്താ പറയുക ഓരോ സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് വെറുതെ ഒരു കാര്യം ചെയ്യാം, ആ സെൻറ്റർ വരെ ഒന്ന് നടന്നിട്ട് വരാം. എന്നിട്ടൊന്നുമില്ല, ഞങ്ങളെ അവിടെ ഇരുന്ന് ബോറടിച്ചു. അപ്പോൾ ഏരമല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻറ്ററിലേക്ക് ഇറങ്ങിയത്. അവിടെ നിന്ന് 400 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തുനിന്ന്. വണ്ടി കയറ്റി കിട്ടും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ നിന്ന് ബോറടിച്ചാൽ തന്നെയല്ല, വെയിൽ ലേശം കുറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇവിടെ ഒന്ന് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡിൻ്റെ 2 സൈഡിൽ അപ്പുറത്തേക്ക് നോക്കി ഒന്നും കാണില്ല. ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകൾ കുറച്ച് കാണാനുണ്ട്, അത് തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ ടൗണൊന്നും അല്ലാന്ന് കൊണ്ടിട്ടത്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക പില്ലറുകളുടെ വർക്കൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. കോൺക്രീറ്റ് പില്ലറുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പിപ്പണിയൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടു ഇവിടെ വരുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ അയ്യോ ടയർ ഭയങ്കരമായി ലിഫ്റ്റ് എക്സൽ അല്ലേ. അപ്പോൾ നിലവിലിപ്പോൾ എന്താ പറയുക ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എറണാകുളം ടു ആലപ്പുഴ വളരെ സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നത്. കാരണം അത്രയധികം ഫ്ലൈ ഓവറുകളുണ്ട്. ഇത് ഫുള്ള് ഫ്ലൈ ഓവർ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കണത്. അല്ലാണ്ട് മറ്റേ ഇതാവാൻ ചാൻസ് ഇല്ല. ഏത് നമ്മുടെ മെട്രോയാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല ഇത് അല്ലേ. ഇത് ഫ്ലൈ ഓവറിനില്ല. ആരോടെങ്കിലും ഒന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇനി പറഞ്ഞ പോലെ കേരളയിലൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഹൈവേയുടെ പണിയാണെന്ന് തന്നെയാണ് വിചാരിക്കണത്. കണ്ടമാനം ദൂരത്ത് ഫ്ലൈ ഓവർ എന്തായാലും വരുന്നുണ്ട്. ഇനി ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം നമുക്കത് ഫ്ലൈ ഓവറാണോ അത് ഇനി മെട്രോയെ അങ്ങനെ നീട്ടി ഇവിടം വരെ കൊണ്ടുവരുന്നതാണോ എന്നുള്ളത്. ഞങ്ങൾ കുറേ ദൂരമായിട്ട് നടക്കണം. അവിടെ മുതൽ ഇവിടം വരെ ഇപ്പോൾ 1 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. കുറച്ച് ദൂരമൊക്കെ അങ്ങോട്ട് നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കും. അതെന്താണെന്ന് അറിയുമോ ആ സംഭവം അവിടെ കിടക്കണത് കല്ല്. അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയോ നിനക്ക്? അതെങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയോ? അല്ല, ഇത് ഉണ്ടാക്കിയിട്ടുള്ളതിന് സ്ട്രെങ്ത് കുറവായിട്ട് അവർ പൊളിച്ചിട്ടുള്ളതാണ്. സ്ട്രെങ്ത് ചെക്ക് ചെയ്യും. ആ സമയത്ത് സ്ട്രെങ്ത് കുറവാണെങ്കിൽ അവർ പൊളിച്ചു കളയും. അങ്ങനെ സ്ട്രെങ്ത് കുറഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞിട്ടുള്ളതായിരിക്കണം. അപ്പം അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമുക്ക് അവിടെ വരെ നടന്നിട്ട് തിരിച്ചു വരാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് നടക്കണമൊക്കെ നല്ല ഇങ്ങനെ നടക്കാറിലൊന്നുമില്ല, കളിയല്ലേ ഉള്ളൂ. ഇപ്പോൾ വണ്ടിയിൽ വന്നിട്ട് എന്തൊക്കെ പഠിച്ചു. ആരാ ഉപേക്ഷിച്ച് പോയ വണ്ടി പോലെയാണല്ലോ കിടക്കണത് അല്ലേ. മൊത്തം വണ്ടിയിൽ വന്നപ്പോൾ എന്താ മനസ്സിലായടാ? ചൂട് കൊള്ളണം.
സഹിക്കണം, ക്ഷമ വേണം. ഡോക്ടർ കൂടുമ്പോഴാണ് ഒരു വണ്ടിയിലുള്ള ഒരു മനുഷ്യനാവുന്നത്. വണ്ടിക്കാരനായി മാറുക അല്ലേ? അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൊണ്ടുവന്നത്. നല്ല ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ നല്ല ഒരു വണ്ടിയുടെ ഓണറോ ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെ നടന്ന് നമ്മളെല്ലാം പഠിക്കുക. ഇപ്പോൾ വണ്ടീനെ കുറിച്ചും പഠിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാം. മനസ്സിലായോ? പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാരെ കുറിച്ച് ഓരോ ആൾക്കാരോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് അറിവുകൾ പഠിക്കാം. അങ്ങനെ നമ്മൾ എരമല്ലൂരിൻ്റെ മണ്ണിലൂടെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പുണ്ണി വൈദ്യൻ റോഡ്. റോഡിൻ്റെ പേര് തന്നെ അപ്പുണ്ണി എന്ന് പറയുന്നത് ആ വൈദ്യൻ്റെ വീട്ടിലേക്കുള്ള പേരാണല്ലോ റോഡിന്. അത് വിലയ്ക്കും ആ അല്ല. ഇതിൻ്റെ വർക്കിനോടനുബന്ധിച്ച് ഇവർ പോസ്റ്റ് പറിക്കാനായിട്ട് കണ്ടു. അവിടെ ഒരു ക്രെയിൻ വന്നിട്ടുണ്ട്, അത് പൊളിച്ചു. പക്ഷേ അതിൻ്റെ ഒരു തല റോഡിലേക്ക് നിൽക്കുക. അപ്പോൾ അത് കാരണം വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കണത്. അയ്യോ കണ്ടോ? അപ്പോൾ അത് കാരണം ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആയിട്ടോ. ഈ പോസ്റ്റാണ് ഒടിഞ്ഞു പൊളിഞ്ഞു പോയത് കണ്ടോ? ഈ പോസ്റ്റിൻ്റെ ഉള്ളിൽ കമ്പി കണ്ടോ? നല്ല നൂൽക്കമ്പിയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പണിതിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതേപോലത്തെ ഉറപ്പില്ലാത്ത സാധനം പൊളിച്ചു കളഞ്ഞിട്ടുള്ളത് കണ്ടോ അവിടുത്തേക്ക്? അയ്യോ എക്സ്പ്രസ് പോട്ടെ, നമ്മുടെ പഴയ ആനവണ്ടി നോക്കിയേ. 2 ക്രെയിൻ, ഒരെണ്ണം പച്ചക്രെയിൻ, ഒരെണ്ണം അപ്പുറത്തെ മഞ്ഞക്രെയിൻ. ആ മഞ്ഞക്രെയിൻ ഉയർന്ന് നിൽക്കണ നോക്കി എവിടേക്കാന്നുള്ളത്. എൻ്റെ പൊന്നോ, ഇതൊക്കെ വലിച്ച് കയറ്റാണ് കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് വലിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇപ്പോൾ പണിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകൃതിയായിട്ടെന്ന് പറഞ്ഞാൽ തകൃതിയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ ഈ വശത്തേക്കൊക്കെ വരാത്തതുകൊണ്ടാണ് അറിയാത്തത്. എല്ലാ വശത്തും പണികൾ നടക്കുന്നുണ്ട്. നമ്മൾ കുറേ പ്രാവശ്യം പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലായതുകൊണ്ടാണ് അധികം അറിയാണ്ടിരുന്നത്. ശരിക്കും തൃശ്ശൂരിൽ നിന്ന് എറണാകുളം കഴിഞ്ഞ് ആലപ്പുഴ റൂട്ടിലേക്ക് വരുമ്പോഴും ഞാൻ വന്നിട്ട് കുറേ നാളായി വരുമ്പോഴും ഇതേപോലെ തന്നെ ഫുള്ള് പണികൾ നടക്കണമെന്നുള്ളത് അറിയില്ലായിരുന്നു. എറണാകുളം വരെ വലിയ പണികളോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ചാലക്കുടിയിലത്തെ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും പണികൾ നടക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും. കണ്ടോ? ഇതൊക്കെ എന്തിട്ടൊക്കെ ജനറേറ്ററും അതേപോലെ തന്നെ പവർ പോയിൻറ്റും സംഭവങ്ങളൊക്കെ മുകളിൽ കൊണ്ടുവച്ചാണ് കണ്ടോ? അയ്യോ, ഇതാ ഞാൻ പറഞ്ഞു ഇത്ര വലിയ ക്രെയിൻ, എന്ത് സംഭവങ്ങളും ഉയർത്താനും പറ്റിയിട്ടുള്ളൊരു ക്രെയിൻ നോക്കിയേ. കല്ലട പോണ്ടല്ലോ, കല്ലട നോക്കിയേ ഉണ്ടോ? എന്തു സാധനം നോക്കിയേ. അപ്പോൾ എന്തായാലും ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട്. പെട്ടെന്ന് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചടപടാതെ എത്തും സംഭവം. ഏഷ്യർ പോണോ? ട്രാൻസ്പോർട്ട് കൂടുതലുണ്ടല്ലോ ഇവിടെ. ഇത് റെയിൽവേ പാളാ, ഇത് കണ്ടില്ലേ? റെയിൽവേയുടെ പാളല്ലേ അതാ. ഗ്രീസ് ഞങ്ങൾ എന്തോരം ദൂരമായി എന്നറിയാൻ നടക്കണു. ആ ഇത് സിനിമാ തിയേറ്ററാണ് മുത്തേ. സിനിമാ തിയേറ്ററിൻ്റെ അവിടെ വരെ എത്തി. സിനിമ കാണുന്നില്ല. മഞ്ഞുമൽ ബോയ്സും പ്രേമയൂത്തിൻ്റെ ഒക്കെ പോസ്റ്റർ ഇരിക്കണ്ടേ? ഏതാണോ തിയേറ്റർ? ഈ റെയിലേ എന്തിനാന്ന് നിനക്ക് മനസ്സിലായാ? ഇത് ട്രെയിനിൻ്റെ നമ്മുടെ വീല് ഒരഞ്ഞിങ്ങനെ പോയില്ലേ, അതേപോലെ ഈ ഒരു സാധനം ഇല്ലേ, ഈ ഒരു സാധനം മൊത്തം ഇങ്ങനെ നീക്കി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ മാറ്റി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സൈഡിൽ കൂടെ അങ്ങനെ കൊണ്ടുപോവാം. എവിടെ മരം വേണമെങ്കിൽ, അല്ലാണ്ട് ചുമന്നുകൊണ്ട് പോകണ്ട. ഇതിൻ്റെ മുകളിൽ നിന്നാലാണ് ഈ വർക്കുകളൊക്കെ ചെയ്യണത്. കണ്ടോ? നീ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കണത്. അപ്പോൾ ഈ ഒരു ക്രെയിൻ പോലത്തെ സംഭവം തന്നെ, ഇതും ക്രെയിൻ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്രെയിൻ പോകാൻ വേണ്ടിയിട്ട് റെയിൽ പാളമാണ്. മറ്റേ നമ്മുടെ ട്രെയിനിൻ്റെ ചക്രം പോലത്തെ ചക്രം കണ്ടത് ഇതിന് ഉന്തല്ല, മോട്ടർ വെച്ചിട്ട് ഇനി വലിയ തമാശ. കണ്ടില്ലേ? മോട്ടർ ഉണ്ടാകുന്നത്, മോട്ടർ വെച്ചിട്ട് ഇതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോവുക. ഇത് എല്ലാ സ്ഥലത്തും കൊണ്ട് കണ്ടില്ലേ? സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പുറത്തുപോയിട്ട്. പക്ഷെ ഈ നിലയ്ക്കുള്ള റെയിലിൻ്റെ സംവിധാനങ്ങളൊന്നും ഞാനിതേവരെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടികൾ എന്നുള്ളത്. അവിടെ പൈലിങ്ങിൻ്റെ സംഭവം കിടക്കണുണ്ടോ? പൈലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ക്രെയിൻ പൈലിങ്, അതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണതുകൊണ്ട് തന്നെ എന്താ ബ്ലോക്ക് നോക്കിയാൽ ഫുള്ള് ബ്ലോക്കാണ്. രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് നടക്കാൻ പോവാൻ മതിയായി. പോവാമത്തെ ശരിയാ, നടക്കന്നെ വാ മുത്ത. ഇനി നമുക്ക് എവിടേക്കാണ് തിരിയേണ്ടതെന്ന് അറിയോ? ഏത് റോട്ടിലേക്കാണ് അറിയാം? നിനക്കറിയാലേ, ഇതൊക്കെ മറക്കാണ്ട് ഓർമ്മ വയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു. മുത്തിൻ്റെ പോലെ
ഒരുത്തൻ സൈക്കിൾ ചവിട്ടി പോയിരുന്നു. ഇവൻ്റെ സൈക്കിൾ മേടിച്ചിട്ട് അവിടെ വരെ ചവിട്ടി പോയാലോ? ഇവനോട് അവിടെ ഒന്ന് എടുത്തോളാൻ പറയാം സൈക്കിള്. നടന്ന് വയ്യാണ്ടായില്ലേ? ക്ഷീണിതനെ മുത്ത് പറയണ എവിടെയെങ്കിലും ഇരിക്കാന്ന്. ഇങ്ങനെ നടന്ന് ശീലിക്കണം മുത്തേ. AC കടയിലായിക്കോട്ടെ, അവിടെ നിർത്താ. ഈ വണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാൽനട വണ്ടി ഇല്ലേ, അടുത്ത സ്റ്റോപ്പിൽ നിർത്താട്ടാ. മലയാറ്റൂർക്ക് നടന്നു പോകുന്ന ചേട്ടന്മാരും ഉണ്ടോ? അയ്യോ, ഇവിടെ നിന്ന് എന്തോരം ദൂരം നടക്കണല്ലേ. ദില്ലി ബസാറിന്റെ ഉള്ളിൽ കയറാനാ? ശരി, എന്നാ ദില്ലി ബസാറിന്റെ ഉള്ളിൽ കയറാം. ഇപ്പൊ ഇതിന്റെ നടക്കേണ്ട ക്ഷീണമൊക്കെ മാറിയില്ലേ? ദില്ലി ബസാറിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അവൻ കയറാന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികൾക്കുള്ള കളിപ്പാട്ടല്ലേ? ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഗെയിം പാഡ് പോടാ അവിടെ നിന്ന്. ഇവിടെ അല്ല ഗെയിം പാഡ് ഉണ്ടാവണം. ഗായ്സ്, ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയിൽ തൊട്ടിട്ട് പോലും ഇല്ല, ലോഡ് ഇറക്കിയിട്ടില്ല. സമയം 6:15 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇറക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി, 100% ഉറപ്പായി. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാനും മുത്തും കൂടി പോകാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ചിറ്റിട്ട് കാര്യമില്ല, കാരണം നാളെയും ഈ സാധനം ഇറക്കി തീരണമെങ്കിൽ എന്തായാലും വൈകുന്നേരമാവും. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇനിയിപ്പോൾ നാളെ ചിലപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഇത് കയറ്റി കിട്ടുള്ളൂ. എന്താ പറയുക, നമ്മുടെ നെല്ല് കയറ്റി കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം അടുത്ത ദിവസങ്ങളൊക്കെ മുടക്കായതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ചിലപ്പോൾ വണ്ടി ഇവിടെ നിന്ന് വല്ല കാലി ഓടി വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾ വെറുതെ വണ്ടിയുടെ ഒപ്പം നിന്ന് ചുറ്റിയിട്ട് കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ നിന്നേനെ. ഇപ്പോൾ മുറ്റും കൂടിയുള്ള കാരണം വെറുതെ നിന്ന് ചുറ്റിയിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ നീങ്ങാൻ പോകാൻ കേട്ടോ. അജീഷിനോട് പറഞ്ഞ് ചേട്ടാ പോകാറായോ? ഇല്ല, ബില്ലൊക്കെ കിട്ടണ്ടേ? 10 മിനിറ്റ് ഉള്ളിൽ പോവാം. അപ്പോൾ ഞങ്ങൾ അവിടെ വരെ വരാമെന്നാ. ഓക്കെ. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ചേട്ടൻ്റെ ലോഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ്റെ വണ്ടിയിൽ കയറി ഞാനും മുത്തും പോവാണ്. അജീഷേ, നീ ഇവിടെ ഹോൾട്ട് ഇട്ടാ. അജീഷ് പോയി കുളിക്കാൻ പോവാണ്. അപ്പോൾ ഈ ചേട്ടന് ബില്ല് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ ചേട്ടൻ എന്താ പറയുക, എറണാകുളം വരെ ഉണ്ട്. അപ്പോൾ അവിടെ വരെ നമുക്ക് ഈ വണ്ടിയിൽ പോവാം. അത് ഞാനും ഇങ്ങനത്തെ വണ്ടിയിലൊന്നും കയറി പോയിട്ടില്ല അധികം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പോസ്റ്ററായിട്ടോ കണ്ടോ. എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഓരോ ഓട്ടങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകണത്. ഈ വണ്ടിയൊക്കെ അതിന് ശേഷം നമ്മുടെ വന്നതിന് ശേഷം വന്നൊരു ലോഡ് ഇറക്കി. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ നിറച്ചും പെട്ടികളായി. കാരണം അതിൽ ബാർകോഡ് അടിച്ച് വെക്കേണ്ടത് കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, അതിന് സമയം ഒരുപാട് വേണമെന്ന് പറഞ്ഞിട്ട് ഇറക്കിയില്ല അവർ. നിൽക്കടാ, ആ ചേട്ടൻ പറ്റേ എന്നിട്ട് കയറാം. അയ്യോ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്തോട് വിട പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ ഇവൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളെ ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല. പറ്റുകയാണെങ്കിൽ നേരെ ഇവൻ്റെ അടുത്തേക്ക് വരണം. ഇവിടെ ഏതാണോ വൈകി മറ്റേ ട്രെയിനിൽ കയറി വരികയാണെങ്കിൽ ഏതാണ് സ്ഥലം എന്നുള്ളത് നോക്കിയിട്ട് വരണം. അയ്യോ, അത് ഇവിടെ പറഞ്ഞിട്ടാണല്ലോ പോണേ, കുരിച്ചാ പോണേ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വണ്ടിയിൽ കയറിയിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് വന്ന് ബാക്കിൽ കുറേ നേരമായി ഹോണടി തുടങ്ങിയിട്ട്. അത് ഞങ്ങൾക്ക് ആലുവ വരെയുള്ള ബസ് കിട്ടിയിട്ടോ. ഞങ്ങൾ ആലുവ ബസ് കാലിയായിട്ടൊരു ബസ് വരുന്നത്. ബാക്കി വണ്ടി തൃശ്ശൂരൊക്കെ നമുക്ക് ഫുള്ളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആലുവ ചെന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും അവിടെ നിന്ന് തന്നെ ലോക്ക് ഫ്ലോർ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നേരെ അതിനകത്ത് കയറി പോവാം. ഇപ്പോൾ നിലവിൽ ആലുവ വരെ നല്ല സുഖമായിട്ടുള്ള യാത്ര. ആരും രണ്ട് നല്ല അടിച്ച് പൊടിച്ച് പോകുന്ന ഒരു ലോക്കൽ ബസ് കിട്ടി. അതിന് ലോക്കൽ ബസ് വെച്ച് ലോക്കൽ എന്താ പറയുക, മറ്റേ ലോങ് സർവീസ് അല്ലല്ലോടാ. തൃശ്ശൂർ എറണാകുളം അങ്ങനെ പറയുന്ന മൊത്തമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ നേരെ പെട്ടക്കുണ്ടാവുള്ളൂ. നമുക്ക് എന്തായാലും ബസ്സിൽ കൊടുത്തുകൊണ്ട് തന്നെ ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബസ്സിൻ്റെ ആൾക്കാർ കൊടുത്തോളും ടോള് അല്ലേ. അവർക്ക് ടോള് വേണ്ടെന്നുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രക്ഷപ്പെട്ടു, അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ബസ്സിൽ ഇല്ലേ, ബസ്സിൽ പോണ ആൾക്കാർ ടോളിൽ പെട്ടു പോകണം. നമ്മൾ ബസ്സിൽ കയറി ടിക്കറ്റ് മാത്രമല്ല ഒന്ന് പൈസ വേണ്ടി കൊടുക്കണമെന്ന് ചിലപ്പോൾ നിയമം വരും, പറയാൻ പറ്റില്ല. നമ്മൾ കൊടുത്തിട്ട് പോകും, അല്ലാണ്ട് പ്രതികരിക്കാൻ പറ്റില്ല. ആർക്കും ഒന്നിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ തന്നെ നമ്മൾ കൊടുത്തു പോകും. ആരും കറതാൻ നല്ല സ്പീഡിൽ കടന്നു പോകുന്നുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള വണ്ടി ആലുവ വഴി ഉണ്ടായിരുന്നുള്ളത്. ഇപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർക്കുള്ള വണ്ടി കിട്ടി. അതും അതേപോലത്തെ സെയിം വണ്ടി തന്നെ, ആളില്ല തിരക്ക് ചെയ്തിട്ട് ഒരു വണ്ടി. അപ്പോൾ അത് മെല്ലെ പോവുകയാണ്. എൻ്റെ മുതൽ നേരത്തെ വണ്ടി ഇഷ്ടപ്പെട്ട വണ്ടി ഇഷ്ടപ്പെട്ട ഇതെന്താ ഇതെന്താ പറഞ്ഞാൽ ആലുവ പാലം കിടക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതിന് 2 പേർക്ക് എത്ര രൂപയായി? നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ആലുവ വരെ എത്തിയതിന് 94 രൂപ. ഇനി ഇവിടുന്ന് തൃശ്ശൂർക്ക് എത്രയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ബസ്സിൽ ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരിക്കുന്നത് ഡ്രൈവർ ചേട്ടൻ, ക്ലീനിങ് സീറ്റിൽ കണ്ടക്ടർ സീറ്റ് ഇതേ കാണുന്ന കാര്യം. കണ്ടക്ടർ ബാക്കിൽ ആരുടെ പൈസ മേടിക്കുക.
പിന്നെ വലിയ തിരക്കൊന്നും കാലിയാണ് മൊത്തത്തിൽ, വലിയ തിരക്കില്ല. സാധാരണ ഈ സമയത്ത് നല്ല ഫിറ്റായി പോകണതല്ലേ ആൾക്കാർ, ആരുമില്ല. കണ്ട ഡബിൾ ഡെക്കർ കിടക്കുന്നത്. ഇത് ഏതാ സ്റ്റാൻഡെന്ന് അറിയോ? അങ്കമാലി സ്റ്റാൻഡ്. ഇവിടെ വഴിയാണ് ഡബിൾ ഡെക്കർ വണ്ടി വരുള്ളൂ. ഞങ്ങൾ ബാക്കിലേക്ക് ഇരുന്നിട്ട് അത് ലേഡീസ് സീറ്റായിരുന്നു. അപ്പോൾ നല്ല ലേഡീസ് വന്നപ്പോൾ ഇന്നേണ്ട വരും. അപ്പോൾ ഞങ്ങൾ നേരെ ബാക്കിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഇവിടെ വന്നിരുന്നു കേട്ടോ. നമ്മുടെ പാലിക്കര ടോളെത്തിയില്ല കേട്ടോ. ഇനി ഇവിടുന്ന് ഇത്തിരി പോയാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു. ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങോട്ട് പോകണം. അത് ഇനി അവരോട് വരാൻ പറയാം. അവർ കിടന്നുണ്ടോയെന്ന് അറിയില്ലെന്ന് വിളിച്ചത്. ബിഗ് ബോസിൻ്റെ സമയമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നേരെ നമുക്കെന്നാ ബിഗ് ബോസിനെ ശല്യപ്പെടുത്തണ്ട, നേരെ അങ്ങോട്ടേക്ക് പോവാം. ബിഗ് ബോസ് തീർന്നു വരാം. പാലിക്കരയിൽ നല്ല തിരക്കാണ് കേട്ടോ. ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ള അവിടെ കൊടുക്കാം. ഇത് അവിടെ നിന്ന് മുതൽ ഇങ്ങനെയാണ്. നമ്മൾ അവിടെ നിന്ന് ബസ് ഇറങ്ങി നേരെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ തോമസ് ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടോ അല്ലെങ്കിൽ ഡാഡിയോടോ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ അവിടേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ വെച്ചിട്ട് കേട്ടോ. ഭക്ഷണം കഴിക്കട്ടെ ആദ്യം. ഇതിനൊക്കെ വയ്യാണ്ടായിട്ട് ഇരിക്കുന്നത് കേട്ടോ. തിരക്കൊക്കെ കുറഞ്ഞു നേരെ വൈകി കാരണം. അപ്പോൾ എന്തായാലും ഫുഡ് പറഞ്ഞു ഫ്രൈഡ് റൈസ് വേഗം കഴിച്ചിട്ട് പോവാം. ഓക്കെ അല്ലേ? ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് വേഗം കൊണ്ട് പോവാം. പ്ലേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മുത്ത് ബിരിയാണി ആയിട്ടാ ചോദിച്ചു വന്നത്. ബിരിയാണി ഇല്ല. അപ്പോൾ ഫ്രൈഡ് റൈസിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ ബിരിയാണി കഴിക്കാം. ഇന്ന് ഉച്ചയ്ക്കും ബിരിയാണി പറഞ്ഞു കിട്ടിയില്ല, വൈകുന്നേരം പറഞ്ഞു കിട്ടിയില്ല. കുഴപ്പമില്ല, അടുത്ത ദിവസം കഴിക്കാം. ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേനെയും കൂട്ടി നേരെ നമ്മുടെ വീട്ടിലേക്ക് വിയ്യൂർക്ക് പോകണം. ഇതൊക്കെ കാച്ചേരിയിലായിരുന്നു. വണ്ടികളൊക്കെ ഒതുക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എവിടെയോ MVD ചെക്കിങ്, വെഹിക്കിൾ ചെക്കിങ് അല്ലെങ്കിൽ പോലീസ് ചെക്കിങ് എന്തോ ഉണ്ട്. അതുകൊണ്ട് എത്ര വണ്ടിയാ, ഒരു 10-15 വണ്ടി ലൈനിൽ നിർത്തി കണ്ടില്ല. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ശരിക്കും വയ്യാണ്ടായ ദിവസം എന്ന് പറഞ്ഞാലേ മനുഷ്യന്റെ ഊപ്പാടിളകിയ ദിവസം എന്നാന്ന് ചോദിച്ചാൽ എന്താണ് കേട്ടോ. വണ്ടിയിൽ പോയിട്ടെന്നല്ല, മൊത്തത്തില്. കാരണം ആകെ ഒരു അസ്വസ്ഥത, പൊള്ളിയിട്ട് ആകെ എന്താ പറയാ വയ്യാണ്ടായി ശരിക്കും. മുത്തിനോടാ സീറ്റിന്റെ കുഷനില്ലേ, അതും വരെ ഇങ്ങനെ നനഞ്ഞിട്ട് വഴുതി പോവാ നമ്മള് സീറ്റിലൊക്കെ വെറുതെ ചായ ഇരുന്നാലും ഒട്ടുക. ബസ്സിൽ ഇങ്ങോട്ട് വരുമ്പോ തന്നെ കാറ്റടിക്കുമ്പോ, ഈ രാത്രിയിൽ വരെ കാറ്റടിക്കുമ്പോ എന്താ പറയാ, ചൂട് കാറ്റടിച്ചിട്ടല്ലേ, പുഴുക്കം, ഹ്യൂമിഡിറ്റി. എന്റെ പൊന്നെ, എങ്ങനെയെങ്കിലും എനിക്ക് നല്ല തണുത്ത കാറ്റ്, മേലെ കൊട്ടണ ടൈപ്പ് കാറ്റാവും. അപ്പൊ ഇനിയിപ്പോ നാളെ അജീഷിന് ലോഡ് ഇറക്കി കിട്ടുകയാണെങ്കിൽ നാളെ എപ്പോഴാണ് കിട്ടണതെന്ന് വെച്ചാൽ അവൻ നോക്കിയിട്ട് വിളിക്കാം എന്നാണ് പറഞ്ഞേക്കണേ. അത് നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലാന്നാ പറഞ്ഞേക്കണേ. അപ്പൊ പറ്റുകയാണെങ്കിൽ പോകുള്ളൂ. നാളെ എനിക്ക് കുറച്ച് ഇവിടുത്തെ അല്ലറ ചില പണികളുണ്ട്. അപ്പൊ അത് തീരുകയാണെങ്കിൽ ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് പോകും. ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനോട് പോയി കയറ്റി വരാൻ പറയും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങൾ കണ്ടുല്ലോ അല്ലേ? അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ശരിക്കും ഈ ലോറി പരിപാടി. ഡ്രൈവർ അല്ല, എല്ലാ പ്രാവശ്യം ഒരേ പോലെ നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവില്ല. കൊറേ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ലോറി ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ആടുജീവിതം എന്ന് പറഞ്ഞ പോലെയാണോ? അതെ, ആടുജീവിതം പറഞ്ഞ ലോറി ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ സംഭവം ചെയ്ത് പൂരിയാക്കിയോളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തേക്ക് ക്യാമറ പിടിച്ചപ്പോ ഫുള്ള് ഞാൻ വർത്താനം പറയുമ്പോ എന്റെ മുഖത്തേക്ക് മാത്രമാണ് അജീഷ് പിടിച്ചോണ്ടിരുന്നത്. ഞാനത് ശ്രദ്ധിക്കണില്ല. ഞാൻ ഫ്രണ്ടിലേക്കല്ലേ വണ്ടി ഓടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്. ഇവൻ എന്റെ മുഖം മാത്രമാണ് ഫേസ് ചെയ്തിട്ടാണ് പിടിക്കണതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് വ്യൂ കാണിക്കാൻ എനിക്ക് പറ്റുമില്ല, മൊത്തം ഇങ്ങനെ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ നിത എപ്പോഴും വീഡിയോ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ മുഖമല്ല കാണേണ്ടത്, എന്റെ എന്നുള്ള മുഖമല്ല കാണേണ്ടത്. പുറത്തേക്കുള്ള വ്യൂ ഞാൻ പറയുമ്പോ എല്ലാം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം മുഖം കാണിക്കില്ലെങ്കിൽ പുറത്തേക്കുള്ള വ്യൂ കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ശരി എന്നാ, ബൈ ബൈ.